മുൻ മന്ത്രിയും മുതിർന്ന മുസ്ലിം ലീഗ് നേതാവുമായ വി.കെ. ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 73 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 10-ന് ആലങ്ങാട് ജുമാ മസ്ജിദിൽ നടക്കും. വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. മുസ്ലിം ലീഗിന്റെ മധ്യകേരളത്തിലെ പ്രധാന നേതാവായിരുന്നു വി.കെ. ഇബ്രാഹിം കുഞ്ഞ്. 4 തവണ എം.എൽ.എയും 2 തവണ മന്ത്രിയുമായി. UDF മന്ത്രിസഭയിൽ വ്യവസായ പൊതുമരാമത്ത് വകുപ്പുകൾ കൈകാര്യം ചെയ്തു. ശ്വാസകോശ അർബുദത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായതോടെ ഞായറാഴ്ചയാണ് വി.കെ. ഇബ്രാഹിം കുഞ്ഞിനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചൊവ്വാഴ്ച രാവിലെ ആരോഗ്യനില കൂടുതൽ വഷളായി. തീവ്രപരിചരണ വിഭാഗത്തിൽ ഡോക്ടർമാരുടെ പ്രത്യേക നിരീക്ഷണത്തിൽ തുടരവെ ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ അന്ത്യം സംഭവിച്ചു. ആശുപത്രിയിൽ പൊതുദർശനത്തിന് ശേഷം മതപരമായ ചടങ്ങുകൾക്കായി പാലക്കമുകൾ ജുമാ മസ്ജിദിലേക്ക് മൃതദേഹം കൊണ്ടുപോയി. വൈകിട്ട് 7 മണി മുതൽ കളമശ്ശേരി ഞാലകം കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനം നടന്നു. മന്ത്രി പി. രാജീവ്, ഹൈബി ഈഡൻ MP, മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, MLA-മാരായ അൻവർ സാദത്ത്, ചാണ്ടി ഉമ്മൻ, TJ വിനോദ്, CPIM ജില്ലാ സെക്രട്ടറി S. സതീഷ്, മുൻമന്ത്രി PV അബ്ദുറബ്ബ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ആലുവ തോട്ടക്കാട്ടുകരയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. നാളെ രാവിലെ 10-ന് ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് സംസ്കാരം. 2001-ൽ മട്ടാഞ്ചേരിയിൽ നിന്നാണ് ആദ്യം നിയമസഭയിലേക്ക് ജയിക്കുന്നത്. 2006-ൽ മട്ടാഞ്ചേരിയിൽ നിന്നും 2011-ലും 2016-ലും കളമശ്ശേരിയിൽ നിന്നും വിജയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.